Today we will discuss about the cone and its projection, how it is done, and what all type of modifications can be asked. All those types of questions will be covered in this session. So now let's look at the question. So before moving into the question, I just want to explain how we can trace or retrace the front view or the top view that we have obtained. Even though I just showed you the animations, while you draw, I think you may find it really difficult to trace it. So I'm going to show you the box method, which is very easy for you to follow. I'm going to show you the box method. Okay, now I'm just going through the initial sketches. This is the first modification, and immediately after the first modification we have obtained the top view. Right, now let's name this top view, and from here we will proceed. Let's name it as A1, B1, and this is C1, this is D1, this is E1, and finally F1. This we are very familiar with, and this is M1. Now we are supposed to do some kind of modification. It can be an axis modification or an edge modification. It can be anything. So what I want to do is that you just read the question and identify which has to be given the modification. Okay, അതായത് ഈ തന്നിരിക്കുന്ന പടത്തിനകത്ത് ആർക്കാണ് ബേസ് എഡ്ജിനാണോ ആക്സിസിനാണോ ഫേസിനാണോ എന്തിനാണോ മോഡിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് C1 D1 മോഡിഫൈഡ് ആവും. ഓക്കെ, അവിടെ പഠിപ്പിക്കേണ്ട മോഡിഫിക്കേഷൻ അല്ല ഞാൻ പറയുന്നത്. ഐ ജസ്റ്റ് ഷോയിങ് യു ഹൗ വി ക്യാൻ ട്രേസ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സേ ഫോർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ the edge CD is getting modified. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതൊരു 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആവുന്നിരിക്കുന്നത്. സോ നമ്മൾ 30 ഡിഗ്രി ലൈൻ വരച്ചു. ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പ്ലേസ് ദ ഒബ്ജക്ട് വിച്ച് ഹാസ് ഇൻക്ലിനേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് C1 D1 ആണ് ഇൻക്ലിനേഷൻ. അപ്പോൾ C1 D1 ഇവിടെ കൊണ്ടുവെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ആ സാധനം. ഇഫ് ഇറ്റ് ഈസ് ആക്സിസ്, നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിസിനെ കൊണ്ടുവെക്കണം. ബ്രോ ഈ ലൈനെ കൊണ്ടുവെക്കണം. അതിനുശേഷം ആ വെച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഈ പറയുന്ന ഫിഗർ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഓറിയന്റേഷനനുസരിച്ച് ഇൻക്ലിനേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതില്ല. സോ ഫസ്റ്റ് യു ഡ്രോ ദ ഇൻക്ലിനേഷൻ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് യു പ്ലേസ് ദി കറക്റ്റ് edge or the length or axis, whatever it might be, on that particular inclination. കാരണം എന്നാലേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആവുള്ളൂ. അപ്പോൾ എഡ്ജ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ആ എഡ്ജ് ഇൻക്ലൈൻഡ് ആവണം. അപ്പോൾ ആ എഡ്ജിനെ തന്നെ അവിടെ കൊണ്ടുവെക്കണം. ആക്സിസ് എന്ന് പറഞ്ഞാൽ ആക്സിസിനെ വേണം കൊണ്ടുവെക്കാനായിട്ട്. നമുക്കിനി പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം ഫ്രം C1 D1 എങ്ങനെ നമുക്ക് ഈ ബാക്കിയുള്ള ഫിഗർ മൊത്തം വിത്തൗട്ട് ഈവൻ ചേഞ്ചിങ് ദ ഡയമെൻഷൻ, സൈസ് ആൻഡ് ഷേപ്പ് റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ യു ജസ്റ്റ് ഒബ്സർവ് ദി ബോക്സ്. I want to show you this box 1, 2, 3, 4, 5 and 6. I think you can easily visualize the rectangular box 1, 3, 4, 6. അതിനകത്ത് ഞാൻ 2ഉം 5ഉം എന്ന് പറയുന്ന 2 പോയിന്റുകൾ ആഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് അങ്ങോട്ട് റീട്രേസ് ചെയ്യുമ്പോൾ, അതാണ് ഈ ബോക്സ് മെത്തേഡിൻ്റെ പ്രത്യേകത. അതെങ്ങനെ എന്നുള്ളതാണ് പറയുന്നത്. So CD mark ചെയ്ത് കഴിഞ്ഞാൽ C1 D1 മാർക്ക് ചെയ്ത് you take the compass and you measure the distance C2 and 2, C1 and 2. ആ C1 and 2 നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുക. സിമിലർലി D2 5 നിങ്ങൾ D1 5 മെഷർ ചെയ്യുക, D1 5 ഇവിടെ മാർക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് C2 5 ഉണ്ട്, C2 2 ഉണ്ട്, C1 2 ഉണ്ട്. ദിസ് ഈസ് യുവർ 2 ആൻഡ് ദിസ് ഈസ് യുവർ 5. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്, നമുക്ക് നമ്മുടെ ലൈൻ ഉണ്ട് ഇവിടെ. അതായത് ഈ 2, 5 എന്ന് പറയുന്ന ലൈൻ നമുക്കിപ്പോഴും ഉണ്ട്. റൈറ്റ്, ഇനി നോക്കിയാൽ ഈ 2ഉം 5 എന്ന ലൈൻ കിട്ടിയാൽ നമുക്കിനിയും ഈ പറഞ്ഞ 1, 6 എന്ന് പറയുന്ന കംപ്ലീറ്റ് ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ, ഞാൻ എന്ത് ചെയ്യും, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ ഫ്രം 2 ഐ വിൽ മെഷർ ദ ലെങ്ത് 1 ആൻഡ് ഐ വിൽ ഡ്രോ ദി പെർപെൻഡിക്കുലർ. സീ ലൈക്ക് ദിസ്. സോ ദിസ് പോയിന്റ് ഈസ് 1. അപ്പോൾ നമുക്ക് 1 കിട്ടി. സോ ഇനി റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. റൈറ്റ്, പാരലോഗ്രാം പോകുന്നത് എല്ലാ എഡ്ജും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ എന്ത് ചെയ്തു, പിന്നെ നിങ്ങൾ 1, 6 മെഷർ ചെയ്യുന്നു, ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതുപോലെ 6, 4 മെഷർ ചെയ്യുന്നു, വരയ്ക്കുന്നു. നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, വി കൻ ഈസിലി കൺസ്ട്രക്ട് ദാറ്റ് ബോക്സ്. ഏതാ ഈ ബോക്സിന്റെ പേരെന്തായിരിക്കും ഇപ്പം, ദിസ് ഈസ് ഗോയിങ് ടു ബി 6.
ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ബോക്സ് കൺസ്ട്രക്ട് ചെയ്താൽ 2, 3, 4 ലെങ്ത് മെഷർ ചെയ്യുക, യു കൺസ്ട്രക്ട് ദ റിമൈനിങ് ബോക്സ്. ഇത്രയും മതി, എല്ലാ ലൈൻസിന്റെ ആവശ്യമില്ല. ഇനി ഈസിയാണ്. ഇപ്പൊ നമുക്ക് ഈ ഔട്ടർ ബോക്സ് മോസ്റ്റ് ബോക്സ് കിട്ടി, അതായത് C1 D1 എന്ന പോയിന്റ് ഓൾറെഡി മാർക്ക് ചെയ്തു. ഇനിയുള്ള എളുപ്പമാണ്. എന്ത് ചെയ്യുക, ഫ്രം 2 യു മെഷർ ദ ലെങ്ത് 2B1 ആൻഡ് ഫ്രം ഹിയർ യു മാർക്ക് ഇറ്റ് ഹിയർ 2B1. Similarly from 1 you measure A1, you mark it here. So this is going to be B1, this is going to be A1. So in our nomenclature it is A2 and B2. അതുപോലെ എന്ത് ചെയ്യുക, 6ൽ നിന്നും F1ലേക്ക് എടുക്കുക, അല്ലെങ്കിൽ 1ൽ നിന്ന് F1ലേക്ക് എടുക്കുക, ഏതാണെങ്കിലും പ്രശ്നമില്ല. എന്ത് ചെയ്യുന്നു, F2 എടുക്കുന്നു. അതുപോലെ 6 to E1 അല്ലെങ്കിൽ 5 to E1 എടുക്കുക, മാർക്ക് ചെയ്യുക, എന്ത് E2 മാർക്ക് ചെയ്യുന്നു. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, 3M മെഷർ ചെയ്യുന്നു, അത് മാർക്ക്. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഏതൊക്കെയാണോ വിസിബിൾ സെയിം ഇവിടെയും വിസിബിൾ ആക്കുക, ഇവിടുത്തെ ഹിഡൻസ് ഇവിടെ ഹിഡൻ ആക്കുക. സോ നമ്മൾ റീക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഈസിലി നമ്മളുടെ പടം റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ആവാതെ കിട്ടാൻ ഏറ്റവും സ്യൂട്ടബിൾ മെത്തേഡ് ബോക്സ് മെത്തേഡ് ആണ്. ദാറ്റ്സ് ഓൾ ഐ ഓൾവേസ് സജസ്റ്റ് ടു മൈ സ്റ്റുഡൻസ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ റെക്ടാംഗിൾ ബോക്സ് മെത്തേഡ്, ദർ ഇസ് നോ നീഡ് ടു റബ് ദിസ് ഓഫ്. ഇത് വളരെ ലൈറ്റർ ആയിട്ടുള്ള ലൈൻ വരച്ചാൽ മാത്രം മതി. സോ അതുകൊണ്ട് വീണ്ടും മായ്ച്ച് കളയണ്ട. ദർ ഇസ് നോ നീഡ് ടു റബ് ഇറ്റ്, ജസ്റ്റ് കീപ് ഇറ്റ് ദെയർ ഇറ്റ്സെൽഫ്. ഓക്കെ, ബാക്കിയുള്ള വേർഷൻ നടത്താൻ നമുക്കറിയാം. സോ ഈ ഒരു ബോക്സ് മെത്തേഡ് ദാറ്റ് ഈസ് വൈഡ്ലി ഈസ് ഹെൽപ്ഫുൾ ഫ്രം ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇൻ ദിസ് വേ യു ക്യാൻ, ദിസ് ബോക്സ് മെത്തേഡ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത് സെക്കൻഡ് മോഡിഫിക്കേഷനിലാണ്. കാരണം ഫസ്റ്റ് മോഡിഫിക്കേഷൻ്റെ ഫിഗർ ദേ ആർ വെരി സിമ്പിൾ. സോ ഇൻ ദ സെക്കൻഡ് മോഡിഫിക്കേഷൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. Okay, that's how the box method is being used for the tracing. Now I'm going to solve a question from the cone. Question is this: a 40 mm diameter cone and 50 mm length axis is resting on one generator on HP, right, which makes 30-degree inclination with respect to VP. This is a very interesting question. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസിനെ മീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസിനെ മീറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് റെസ്റ്റിംഗ് ഓൺ ആൻ എഡ്ജ് ഓൺ HP എന്നോ റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓൺ HP എന്നോ എഡ്ജ് ഓൺ VP എന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ദേ ഹാവ് സിംപ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ജനറേറ്റർ ഓൺ HP, റൈറ്റ്. സോ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, വി കൻ കൺസിഡർ ദാറ്റ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ സൈഡ് ഓൺ HP. അങ്ങനെ വേണേൽ കൺസിഡർ ചെയ്യാം. പക്ഷേ I'm not going to adopt that kind of methodology. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിക്കാൻ വേണ്ടി എടുത്ത കുറച്ച് സ്ട്രാറ്റജീസ് ആയിരുന്നു. സോ ഇവിടെ കുറച്ചുകൂടെ റിയൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ സൊല്യൂഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, സോ ദ ജനറേറ്റർ, സോ ദ ന്യൂ വേർഡ് ഹാസ് കം, ജനറേറ്റർ. അത് കോണിന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, നമുക്ക് വരയ്ക്കാം. കോണിന്റെ ഡയമീറ്റർ നമ്മൾ XY ലൈൻ വരയ്ക്കുന്നു. വി ജസ്റ്റ് കൺസ്ട്രക്ട് എ കോൺ സർക്കിൾ. ടോപ്പ് വ്യൂ എന്തായിരിക്കും, സർക്കിൾ ആയിരിക്കും. ഇനി മോസ്റ്റ് ഓഫ് ദി കേസസ് ആക്ച്വലി ഈസ് പ്രിഫേർഡ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർക്കുലർ ഷേപ്സ് വരച്ചാൽ നമുക്കറിയാം, സർക്കുലർ ഷേപ്സ് ദേ ഡോണ്ട് ഹാവ് എനി കോർണേഴ്സ്, റൈറ്റ്. നമ്മൾ വരച്ച എല്ലാ സ്കെച്ചസും വി ആർ ഡ്രോയിങ് ഇറ്റ് ബേസ്ഡ് അപ്പോൺ ദി കോർണേഴ്സ്. വി ആർ ജോയിനിങ് ഫ്രം കോർണർ ടു കോർണർ, റൈറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കുലർ ഷേപ്സ് ലൈക്ക് കോൺ ആൻഡ് സിലിണ്ടർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രേസ്. അതുകൊണ്ട് നമുക്ക് കോർണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ വി ആർ സപ്പോസ് ടു ഡിഫൈൻ സം പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. സർക്കിളിലെ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തേ പറ്റും. അപ്പോൾ എത്രയായിട്ട് ഡിഫൈൻ ചെയ്യണം? എത്ര, 4 എണ്ണം മതിയോ, 6 എണ്ണം വേണോ, 8 എണ്ണം വേണോ? ഏറ്റവും നല്ലത് 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഫ്രം ദി സെൻട്രൽ ലൈൻ യു മെഷർ 30, 30, 30. സോ യു ക്യാൻ ഓൾ ടുഗദർ ഡിവൈഡ് ദിസ് ഇൻറ്റു 12. പക്ഷേ 12 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രമേൽ ഡിഫിക്കൽട്ട്, ഒരുപാട് ട്രേസിംഗ് ലൈൻസ് വരും. സോ ഷാബി ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് you can select 8 divisions equal. 45 ഡിഗ്രിയുടെ ഡിവിഷൻ വെച്ച് കൊടുത്താൽ മതി, 8 മതി, ധാരാളമാണ്. ബട്ട് എപ്പോഴും ഏറ്റവും നല്ലത് 12 ഡിവിഷൻ ആണ്. അത് എപ്പോഴും മനസ്സിലുണ്ടാവും. നമ്മളിപ്പോൾ 8 ഡിവിഷൻ ഫോർ ദി ഏസ് ഓഫ് ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കോർണേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഇതിനെല്ലാം നമ്മൾ നെയിം കൊടുക്കുന്നു. നെയിം ABCDEFG ഉണ്ട്. ആ എല്ലാ പോയിന്റിലും നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു, ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. വി ഹാവ് ദ ഫ്രണ്ട് വ്യൂ ആസ് എ ട്രയാങ്കിൾ. ഇതൊന്നും എന്താണ്, സോളിഡ് എഡ്ജസ് അല്ല, ഇതെല്ലാം ഔട്ടർ ലൈൻസ് ആണ്. പക്ഷെ നമ്മൾ എന്താണ് ഈ വരച്ചേക്കുന്നതെല്ലാം ലൈറ്റർ ലൈൻസ് വരച്ചാൽ മതി. ഡാർക്കർ ലൈൻ വരയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? ജസ്റ്റ് ബിക്കോസ് ദേ ആർ നോട്ട് എഡ്ജസ്, ദേ ആർ ജസ്റ്റ് ഇമാജിനറി ലൈൻസ്. അത് ഇമാജിനറി ആയിട്ട് നമ്മൾ വരച്ചേക്കുന്ന കുറച്ച് എഡ്ജുകൾ മാത്രമേ ഉള്ളൂ, ശരിക്കും അങ്ങനെ എഡ്ജ് ഇല്ല. അതുകൊണ്ട് ലൈറ്റർ ലൈൻസ് മതി.
ഓക്കെ, ഇത്ര നമുക്കുണ്ട്. അതിനെല്ലാം നമ്മൾ പേരും കൊടുത്തു, in brackets and all those things we have. Now we have the generator here. ഇതിനകത്തെ OE എന്ന് പറഞ്ഞാലും ഒരു ജനറേറ്റർ ആണ്, അല്ലെങ്കിൽ OA എന്താണ്, ഒരു ജനറേറ്റർ ആണ്. അതായത് ഈ സെൻറ്റർ പോയിന്റ് O ആണെങ്കിൽ OA ഒരു ജനറേറ്റർ ആണ്, OE ഒരു ജനറേറ്റർ, ഇതെല്ലാം ജനറേറ്റേഴ്സ് ആണ്. പക്ഷെ നമുക്ക് ട്രൂ ലെങ്ത് ഉള്ള ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ OEയും OAയും ഉള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് when you look at the top view you can see that OE and OA are parallel to XY. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും എന്ത് തരത്തുള്ളൂ, OEയുടെയും ട്രൂ ലെങ്ത് ആയിരിക്കും. ഇതും ട്രൂ ലെങ്ത് ആയിരിക്കും, ഇതും ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ജനറേറ്റർ ഈസ് ഓൺ HP എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്, പോസിബിൾ മോഡിഫിക്കേഷൻസ് പറഞ്ഞതാണ്. റെസ്റ്റിംഗ് ഓൺ ആൻഡ് എഡ്ജ് ഓൺ HP എന്ന് പറയുന്ന സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ജനറേറ്റർ ഓൺ HP. അപ്പം യു ക്യാൻ സെലക്ട് ദ ജനറേറ്റർ as O'-E' or O'-A'. For the time being I am taking it as O'-E'. അത് ഇറ്റ് ഈസ് ലൈങ് ഓൺ HP എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദ OE ഓൺ ദി റെഫറൻസ് ലൈൻ. ഓക്കെ, ആദ്യം വരയ്ക്കേണ്ട എന്താണ്? OE ആണ്. അതിനുശേഷം ആർക്ക് ഇവിടെ കട്ട് ചെയ്യുന്നു, OE നിന്ന് ആർക്ക് കട്ട് ചെയ്യുന്നു, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. ഇതാണ് ജനറേറ്റർ ഓൺ HP എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, നൗ നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഓരോന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ എന്തുണ്ട്? യു ക്യാൻ സി, ഇതാണ് നമ്മുടെ പോയിന്റ് O1 എന്ന് പറയും. എനിവേ യു ക്യാൻ യൂസ് ദ ഡിഫറെൻറ്റ് നോമൻക്ലേച്ചേഴ്സ്. ഇത് നമ്മുടെ പോയിന്റ് ആണ്, ഇത് പോയിന്റ് ആണ്, ഇതെല്ലാം നമ്മുടെ പോയിന്റ്സ് ആണ്. സോ നിങ്ങളിത് റിയൽ ലൈഫിൽ വരയ്ക്കുമ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആഡ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് സർക്കുലർ ഷേപ്സ് ലൈക്ക് കോൺ ഓർ സിലിണ്ടർ, ഇത് രണ്ടിൽ ഏതാണ് ചോദിക്കുന്നതെങ്കിലും one thing you have to keep in your mind that these sketches are going to test your drawing skill. അത് ക്ലിയർ ആയിരിക്കും. ബാക്കിയുള്ള if you consider all the other solids like prisms or pyramids, but other than cone and cylinder, നിങ്ങൾ ബാക്കി ഏതെടുത്താലും you can use compass, you can use your scale, എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബേസ് വരയ്ക്കാനായിട്ട് ഇറ്റ് നോട്ട് യൂസ് സ്കെയിൽ ബിക്കോസ് കർവ് ആണ്. ഇവിടെ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ഉണ്ടായേ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രോയിങ് സ്കിൽ എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന സർക്കുലർ ഷേപ്സ് സഹായിക്കും. അതുകൊണ്ട് അത് വരയ്ക്കുമ്പോൾ യു ഹാവ് ടു ടേക്ക് എക്സ്ട്രീം കെയർ. സോ ഇങ്ങനെ നമുക്ക് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഇത് തന്നെ A, B, C ഇങ്ങനെ പോയിന്റ്സ് എഴുതുന്നുണ്ട്. F, G ഇതെല്ലാം പോയിന്റ്സ് ആണ്. ഓക്കെ, ബൗണ്ടറി മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബൗണ്ടറി മാർക്ക് ചെയ്യും. ഇങ്ങനെ ബൗണ്ടറി മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ബേസ് മാർക്ക് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ ഈ ബേസ് ഫുള്ളി വിസിബിൾ ആണ് അല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ബേസ് ഫുള്ളി വിസിബിൾ ആണ്. അപ്പം ഇത് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുമ്പം ദർ ഇസ് എ കോമൺ മിസ്റ്റേക്ക് ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യും, വളരെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും. Okay, you may feel that what is wrong in this, fine, perfectly fine. പക്ഷേ I have a suggestion that see, ഈ പറയുന്ന ടിപ്പിൽ ഇങ്ങനെയുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഇത് തെറ്റാണ്. ഒരു കോൺ എന്ന് പറയുമ്പോൾ the curve is really smooth. It has to be something like this. ഇങ്ങനെ സ്മൂത്തൻഡ് പോർഷൻസ് ആണ് എൻ്റെ പോയിന്റ് വരേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്താണ് ഇങ്ങനെ വന്ന് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷാർപ്പ് പോയിന്റോ കോർണേഴ്സോ ഉണ്ടാവില്ല. സോ അതാ ഞാൻ പറഞ്ഞത്, ഡ്രോയിങ് സ്കില്ലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ വരയ്ക്കാം, അതൊരു ചോദ്യമാണ്. നമുക്ക് എത്ര ഈസി ആയിട്ട് ഇതിനെ വരയ്ക്കാം. അതിന് എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യു ഷുഡ് നോട്ട് സ്റ്റാർട്ട് ഫ്രം ദി പോയിന്റ് G ഓർ യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി പോയിന്റ് C. പകരം എന്ത് ചെയ്യാം, നിങ്ങൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എയിൽ നിന്ന് യു കണ്ടിന്യൂസ്ലി ഡ്രോപ്പ് ടു E, ആൻഡ് ഫ്രം എയിൽ നിന്ന് ഈ കണ്ടിന്യൂസ്ലി ഡ്രോപ്പ് ടു E ത്രൂ C ആൻഡ് G. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന കർവിനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരു ബെൻഡ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, അതുപോലെ തന്നെ എയിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ വന്നൊരു കർവ് കൊടുത്ത് എനിക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നൗ യു ക്യാൻ സീ ദ ഡിഫറൻസ്, എ ബെൻഡ്, എ ക്ലിയർ ബെൻഡ്. ഇതൊരു സജഷൻ മാത്രമാണ്. ഓക്കെ, സോ ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് യു പ്രാക്ടീസ് ഇറ്റ് ലൈക്ക് ദിസ്, ഇത് കുറച്ചുകൂടെ റിയൽ ലൈഫ് ആയിട്ടുള്ള ഇമേജ് നിങ്ങൾക്ക് തരും. That's what my
suggestion is. So I prefer this one. Now you can see these are the points we have, and finally you look at this curve. Look at these end points. ഇത്രമേൽ നല്ലൊരു കർവാണ് വരുന്നത്, കണ്ടോ? സോ ഇതാണ് എൻ്റെ ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ഫേസ് വിസിബിൾ ആയതുകൊണ്ട് അതെല്ലാം വരച്ചു. ദർ ഇസ് നോ നീഡ് ടു ജോയിൻ ഓൾ ദി ഫ്രം H to O or B to O. ഫിഗർ ഭയങ്കര ക്ലംസി ആവും, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ എഡ്ജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. നൗ ഏതാണ് നമ്മൾ പറഞ്ഞ ജനറേറ്റർ OE ആണ്. OE ഇപ്പം HP ആണ്. സോ ഡെഫിനറ്റ്ലി ദ ടോപ്പ് വ്യൂ ഈസ് ഗോയിങ് ടു ഫെച്ച് യു ദ ട്രൂ ലെങ്ത്. സോ നൗ വി ഹാവ് ദ ട്രൂ ലെങ്ത് ഓഫ് O1E1. O1E1 equal to true length. റൈറ്റ്? എത്രയാണോ അതിന്റെ ട്രൂ ലെങ്ത് ഇവിടെ കിട്ടി. സോ സെക്കൻഡ് മോഡിഫിക്കേഷൻ ഈ ട്രൂ ലെങ്ത് ആയിട്ടുള്ള O1E1 കൊടുക്കണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 30 degree with VP. സോ ദർ ഈസ് നോ നീഡ് ടു ഫൈൻഡ് ഔട്ട് ബീറ്റ ബിക്കോസ് വി ഹാവ് ദ ട്രൂ ലെങ്ത് ഹിയർ. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം എടുത്തത് നമ്മൾ 30 degree ഇൻക്ലിനേഷൻ കൊടുത്തു. അതിനുശേഷം ഈ ലൈനിൽ ആരെ കൊണ്ട് വെക്കണം? ഫസ്റ്റ് കൊണ്ട് വെക്കേണ്ടത് E2 O2 E1 O1 കൊണ്ട് വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. Here also you should use the same box method that I have explained. That is the easiest method. Okay, ഈ ബോക്സുകൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. 1 2 ഇതിനെ ഒരു ബോക്സിലേക്ക് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, you just recreate this box over here. That is the most easiest method to trace. Okay, അതിനുശേഷം you can go for the projections, and after the projections we will create something like this. So this is the final view. ഇനി ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷൻ റെസ്റ്റിംഗ് ഓൺ ആൻഡ് എഡ്ജ് ഓൺ HP എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് VPL സ്റ്റാർട്ട് ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, യു ജസ്റ്റ് ട്രൈ. ഇഫ് യു ഹാവ് എ കൺഫ്യൂഷൻ ലൈക്ക് ദാറ്റ്, യു ജസ്റ്റ് ട്രൈ. സോ VPL സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ടോപ്പ് വ്യൂ എന്തിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും, പഴയ പോലെ ട്രയാങ്കിൾ ആയിട്ട്. റൈറ്റ്? ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഇതാണല്ലോ ജനറേറ്റർ എന്ന് പറയുന്ന സാധനം. ഈ ജനറേറ്റർ എന്താണ്? ഈ ജനറേറ്റർ VPക്ക് 30 degree എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് VPക്ക് 30 degree ഇൻക്ലിനേഷൻ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ജനറേറ്ററിനെ ഇവിടെ കൊണ്ടുവെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി പടം വരയ്ക്കുന്നു, ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇവിടെ നമുക്കൊരു ഷേപ്പ് കിട്ടുന്നു, സംതിങ് ഷേപ്പ് കിട്ടുന്നു. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ OE എന്ന് പറയുന്നതിന് ഇവിടെ ട്രൂ ലെങ്ത് ഇല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ എഡ്ജിനെ ഇപ്പം നമുക്ക് ഇവിടെ എവിടെയും കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് നമ്മളുടെ ഒരു എഡ്ജാണ്, നമ്മൾ പറയുന്ന സോ കോൾഡ് എഡ്ജ് ഇതാണെങ്കിൽ അത് നമുക്ക് ഇവിടെ എവിടെയും കിട്ടും. പക്ഷേ അടുത്ത മോഡിഫിക്കേഷനിൽ ആ പർട്ടിക്കുലർ പോയിന്റിനെ കൊണ്ട് നമ്മൾ അവിടെ വെക്കണം, റെഫറൻസ് ആയി വെക്കണം ഇങ്ങനെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പ്ലെയിൻ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ ക്രോസ് ദ XY ലൈൻ. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഇവിടെ സംഭവിക്കും. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഈ സാധനം VPL വെച്ച് നടത്തിയാൽ കറക്റ്റായിട്ട് വരയ്ക്കാൻ സാധിക്കില്ല. ദാറ്റ് ഇസ് ദി ആൻസർ. റൈറ്റ്? സോ ഇഫ് ടു കൺക്ലൂഡ് ഐ ക്യാൻ സേ ദാറ്റ് if it is resting on a generator on HP, definitely you have to start with HP, and that resting condition is usually given in the first modification. Resting on a triangular face ആണെങ്കിലും resting on an edge ആണെങ്കിലും resting on a corner ഒക്കെ സാധാരണഗതിയിൽ എന്താണ് ഫസ്റ്റ് മോഡിഫിക്കേഷൻസിൽ നമുക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ രീതിയിലാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് പോയിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ആൻസർ ഫോർ ദി കോൺ. Question of cone, you can practice different types of questions with different type of inclinations. Okay, definitely you have to try 2-3 questions from cone as well as from the cylinders. Okay, so next question I will solve one from the cylinder. Okay, by then, thank you.